സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ 2018 വെള്ളം കയറിയിട്ടേന്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും വെള്ളം കാര്യങ്ങളൊന്നും വീട്ടിലേക്ക് കയറിയില്ല. ഇപ്പം എന്താ വെച്ചാൽ പുഴയിൽ തന്നെയാണ് വെള്ളവും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ ടെൻഷൻ ആവേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ടെൻഷൻ ആവേണ്ട ആവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വെള്ളം വന്ന് പോയി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം വെള്ളം ഒരു 5 അടീൻ്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അല്ലേ 5 അടീൻ്റെ അടുത്ത് കുറഞ്ഞില്ലേ? എനിക്കറിയില്ല, ഞാൻ ഇപ്പൊ നോക്കിയില്ല പോയിട്ട്. അപ്പോൾ തൊട്ട് നേരത്തെ വരെ വെള്ളം കുറഞ്ഞായിരുന്നു. മലയോര മേഖലയിൽ മഴ പെയ്യുമ്പോൾ മാത്രമാണ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവാറുള്ളത്. സ്വതവേ ഇപ്പോൾ കണ്ടോ, ഇതാണ് വീടിൻ്റെ അവസ്ഥ. വീട്ടിലിപ്പോൾ വെള്ളം കാര്യങ്ങളൊന്നും ഇവിടേക്കൊന്നും എത്തിയില്ല സത്യം പറഞ്ഞു. എവിടേക്കും കേറിയില്ല വെള്ളം. അവിടെ പറമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു സ്റ്റെപ്പ് കൂടെ കേറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിരക്കാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇവിടേക്കുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ എന്താ അറിയില്ല. നമ്മളെ വീട് സത്യം പറഞ്ഞാൽ ഒരു അയലൻഡ് പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. ചുറ്റിലും പുഴയും കാര്യങ്ങളുമാണ് വരുന്നത്. അവിടെ പുഴയില്ലല്ലോ. അല്ല അങ്ങനെ അല്ല, 3 ഭാഗം പുഴ ഉണ്ട്. 3 ഭാഗം പുഴ ഉണ്ട്. അല്ല അങ്ങനെ ഐലൻഡ് അല്ല. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ വെള്ളം കയറുന്ന സമയത്താണ് ഞാൻ ഉദ്ദേശിച്ചത്. കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മളെ പുഴ വരുന്നത്. ഇവിടെ നടന്നു കഴിഞ്ഞാൽ പുഴേൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരാം. ഇപ്പോഴുള്ള അവസ്ഥ പറഞ്ഞാൽ പുഴ ഉണ്ടല്ലേ, പുഴ ഏകദേശം താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഒരേ ലെവലിലാണ് വെള്ളം കയറുക ഈ സമയത്ത്. അപ്പോൾ പുഴയിലെ വെള്ളം ഒരു നല്ലോണം താഴെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴുള്ള അപ്ഡേഷൻ അങ്ങനെയാണ്. ഇന്നലെയൊക്കെ വെള്ളം അത്യാവശ്യം നല്ലോണം ഉണ്ടേനി. ഇപ്പോൾ വെള്ളം താഴെ എത്തിയതാ. ഇവിടെ ഇന്നലെ ഒരു പറമ്പൂടെ ഇറങ്ങാല്ലേ, ഒരു പറമ്പൂടെ ഇറങ്ങാണ്ട്. സത്യം പറഞ്ഞാൽ പുഴ അവിടെയാണ് പുഴ ഉണ്ടേനി. ആ പുഴയാണ് ഇതാ ഇപ്പോൾ ഇവിടെ എത്തിക്കുന്നത്. അതെ, ഇന്നലെ ഇവിടെ വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വരെ സ്റ്റെപ്പ് വരെ മുങ്ങിയില്ലേന്നോ, അത് വരെ വെള്ളം വന്നുള്ളൂ. ഇന്നലെ അങ്ങനെയായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ താഴെ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ വരെ ഇനി വെള്ളം. ഇന്നിപ്പോൾ ഉച്ച ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെയിലും കാര്യങ്ങളും മഴേൻ്റെ അളവ് കാര്യങ്ങൾ കുറഞ്ഞുകൊണ്ടും കൂടിയാണ് കുറഞ്ഞത്. അത് മാത്രമല്ല, മലയ്ക്ക് മഴ പെയ്യുന്നില്ല. അതുകൊണ്ടും കൂടിയാണ് വെള്ളം ടോട്ടലി കുറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ കറൻറ്റ്ലിയുള്ള അപ്ഡേഷൻ അങ്ങനെയാണ്. എനിക്കെന്താ തോന്നുന്നത്? നന്നായി വെള്ളം പോയത്. വീട്ടിലൊന്നും കേറാതെ പോയല്ലോ. കുറെ ആൾക്കാരെ വീട്ടിൽ കേറില്ല. എന്നാലും അവിടെയൊക്കെ ബുദ്ധിമുട്ടൊന്നും കാര്യമായിട്ട് ഉണ്ടായില്ല. അപ്പുറം നമ്മുടെ ജില്ലയിൽ സ്വതവേ മഴ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവാന്ന് പറയാൻ പറ്റില്ല. എല്ലാ ജില്ലയിലും മഴ ഉണ്ട്. പക്ഷെ ഇവിടെ ഉരുള് പൊട്ടിയതൊന്നും ആർക്കും ആപത്തുണ്ടാക്കില്ല. കൊല്ലം ആ സൈഡിലേക്കൊക്കെ ഒരുപാട് ആൾക്കാർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ കണ്ട്. ഉരുള് പൊട്ടിൻ്റെ കാര്യമായിട്ട് ഇവിടെ കക്കാടംപൊയിൽ ആനക്കാംപൊയിൽ അങ്ങനത്തെ ഭാഗത്തൊക്കെ ഉരുള് പൊട്ടിയും കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് വെള്ളം ഏറലും ഇവിടെ എത്തലും ഒക്കെ ഉണ്ടാവലുള്ളത്. അപ്പോൾ അതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് വീട്ടിലിരിക്കുക. നമ്മളിവിടെ സാധനങ്ങളൊക്കെ ഒരുവിധം ഓൾമോസ്റ്റ് ചില വീട്ടിലൊക്കെ കുറേ കയറ്റിയാണ്. നമ്മളെ വീട്ടിലതിപ്പോൾ അഥവാ രാത്രി എങ്ങാനും ഒരു ഉരുളുപൊട്ടി കേറിയാലോ വെച്ചിട്ട് കുറെ വീട്ടിലെ സാധനമൊക്കെ കയറ്റിണ്ടായിരുന്നു. നമ്മള് ഒരു അലമാരന്റെ മുക്കാലും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള അത്യാവശ്യം പെട്ടെന്ന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കട്ടില്, പിന്നെ വേറെന്തൊക്കെയാണ്, കുറെ പാത്രങ്ങളൊക്കെ എടുത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മേശ, സെറ്റ് ഒന്നും കയറ്റില്ല. കാരണം കയറ്റി അതേപോലെ ഇറക്കേ വേണ്ടല്ലേ. അത്യാവശ്യം വെയിറ്റുള്ള സാധനങ്ങളാണ് ഒക്കെ. അപ്പോൾ എല്ലാവരും എല്ലാം കയറ്റില്ല. കുറേ ആൾക്കാർ കുറേശ്ശെ സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട്. എളുപ്പമുള്ള സാധനമൊക്കെ, അത് കയറ്റിയാലും ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനമൊക്കെ കയറ്റിണ്ടായിരുന്നു അല്ലേ. അങ്ങനല്ലേ കയറ്റിയേ? അതേപോലെ ഇപ്പോൾ ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ അതിന് മെയിനായിട്ട് കയറ്റിയത്. അത്യാവശ്യം വേണ്ട ഇടാനുള്ള ഡ്രസ്സൊക്കെ മാറ്റി വെച്ച് പെട്ടെന്ന് നമുക്ക് അഥവാ എങ്ങനെ വേഗം കയറ്റാണ് വാരി വലിച്ച് കയറ്റാണല്ലോ ചെയ്യുക. അപ്പൊ പിന്നെ വേഗം ഇടേണ്ടതും പിന്നെ നമ്മളെ വേണ്ട മരുന്ന് അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ മാത്രം മാറ്റി വെച്ച് കയറ്റുകയാണ് ചെയ്തത്. എല്ലാവരും സ്വതവേ ഈ മഴയുള്ള കാലഘട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിറങ്ങുക, സേഫായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ വീടിപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഏരിയയിലാണെങ്കിൽ അവിടുന്ന് സാധനങ്ങൾ ഏകദേശം മുകളിലേക്ക് മാറ്റി വെക്കാനുള്ള മാറ്റി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി വേറൊരു സേഫായിട്ട് സ്ഥലത്തേക്ക് മാറി നിൽക്കുക. അതേപോലെ വെള്ളം കയറുന്ന സാഹചര്യത്തിലാണെങ്കിൽ വാതിലുകൾ ജനലുകൾ ഒക്കെ തുറന്നിടാൻ ശ്രമിക്കുക. അന്നപ്പോൾ വാതിലും ജനലും തുറന്നിടാതെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ തിങ്ങൽ വരും. തിങ്ങൽ വന്നു കഴിഞ്ഞാൽ അത് ജനൽ പൊട്ടാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക എന്താണെങ്കിലും. അപ്പോൾ ഞങ്ങളെ ഇപ്പോഴത്തെ അപ്ഡേഷൻ എന്താ വെച്ചാൽ വെള്ളം പുഴയിലേക്ക് കുറഞ്ഞുണ്ട്. അന്നപ്പോൾ ഒരു ആശ്വാസമുണ്ട്. അതേപോലെ ഇത് ആശ്വാസമൊന്നും അല്ല. കാരണം നമുക്ക് ഓഗസ്റ്റ് 15 വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട്, ഓർമ്മല്ലേ? അത് വളരെ വലുതല്ലേ, അച്ഛൻ എത്തിയില്ല. അന്നല്ല ഏറ്റവും വലുത് പൊന്തിണ്ടെന്ന്. അന്ന് അത് 2018 കാര്യമായി പറഞ്ഞത്. 2018 എത്രയാണ് വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട്? അല്ല, അതിനുശേഷം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വെള്ളം വന്നിട്ടുണ്ട്. 2 കൊല്ലം മുന്നത്തെ കൊല്ലം വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട്. വീടിന്റെ മുറ്റത്ത് വരെ ഒരു സ്റ്റെപ്പ് കൂടെ കയറി കഴിഞ്ഞാൽ അകത്ത് കയറുന്ന അവസ്ഥ. ഒക്കെ സാധനം മാറ്റിട്ടുണ്ട്. സെറ്റ് മാറ്റി, കട്ടില് മാറ്റി, ഒക്കെ മാറ്റി, എല്ലാം മാറ്റി മുകളിലേക്ക് എടുത്തിച്ച്. കാരണം വെള്ളം വീടിന്റെ അവിടെ വരെ ഫ്ലോട്ട് ചെയ്ത് അവിടെ ഒരു എത്തിണ്ടായിരുന്നു. സ്റ്റെപ്പ് കൂടെ കയറിയ വീടിന്റെ അകത്ത് കയറിയിരുന്നു. അടുക്കള കയറിയില്ലല്ലോ. അടുക്കള കയറി. അടുക്കളന്റെ ടൈൽസിൽ മൊത്തം കയറി നിരന്ന് വെള്ളം. അടുക്കള കുറച്ചുകൂടെ താഴ്ന്നിട്ടാണ്. അപ്പൊ അവിടെ കുറച്ച് നിരന്നുണ്ടായിരുന്നു.
അപ്പോൾ ആ സമയത്ത് സാധനങ്ങളൊക്കെ മാക്സിമം മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ എടുത്തില്ല. ഇപ്രാവശ്യം വെള്ളം ഇറങ്ങി പോവോ എന്തോ അങ്ങനെ ചിന്തയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ വെള്ളപ്പൊക്കം വരുന്നതിന് മുന്നേ ഉള്ള വന്നു കഴിഞ്ഞാൽ അതിലേറെ പണിയാണ്. പോയി കഴിഞ്ഞാലും ഒക്കെ തേച്ച് കഴുകി പോക്കണം അല്ലേ, ചുറ്റും വന്നാൽ തന്നെ ഭയങ്കര പണിയല്ലേ. നമുക്ക് ഇവിടെ ഉരുൾപൊട്ടൽ അങ്ങനത്തെ കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും യാതൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വെള്ളം കയറി ഇറങ്ങി പോകുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്കിപ്പോൾ ഫേസ് ചെയ്യാനുള്ളൂ. വേറെയുള്ള ഏരിയയിലൊക്കെ വേറെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഭയങ്കര അങ്ങനെയൊന്നും ഇല്ലാന്ന് നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ്. മഴയാണ്, ശ്രദ്ധിക്കുക, അതാണ് പറയാനുള്ളത്.